മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാം. എന്താ കണ്ടാന്നറിയണ്ടേ? പച്ച ഏത്തക്കയും കണ്ടോ? ഏത്തക്ക നമുക്ക് ആദ്യം പുഴുങ്ങിയെടുത്തിട്ട് അത് പൊളിച്ചെടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കണ്ടോ? ഇങ്ങനെ നമുക്ക് എന്നിട്ടത് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയുണ്ടോ? ഇതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. പച്ച ഏത്തക്കയെ പുഴുങ്ങിയെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. എന്നിട്ട് പച്ചമുളക്, ഉള്ളി, കരിയാപ്പില, ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് അരച്ച് ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയിട്ടത് പിന്നെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് നമുക്കത് എണ്ണയിലിട്ട് കൊടുക്കുക. എണ്ണയെടുത്തിട്ട് മൂപ്പിച്ചിട്ട് കണ്ടോ? നല്ല കട്ട്ലേറ്റ് പച്ച ഏത്തക്കയും കണ്ട്. നമുക്കത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടുത്തത് നമുക്കങ്ങനെ പരത്തിയെടുക്കാം. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. പച്ച ഏത്തക്കായും കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്. ഏത്തയ്ക്ക ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം ഏത്തയ്ക്ക പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയിട്ടത് പൊളിച്ചെടുത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കരിയാപ്പില എല്ലാം കൂടെ കൂട്ടി അരച്ചെടുക്കുക. അരച്ചെടുത്തത് ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയിട്ട് നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കട്ട്ലേറ്റ് ഉണ്ടാക്കി. ഉണ്ടാക്കിയത് കേട്ടോ നല്ല മുരാന്നുണ്ട്. അതാ ചെയ്ത് നോക്കുക. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. പച്ച ഏത്തക്കയും കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയത്.